കർണാടകയിൽ നേതൃമാറ്റത്തിൽ നിന്നും വിട്ടുനിന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചില്ല. ദില്ലിയിലെത്തിയ സിദ്ധരാമയ്യ എഐസിസി ജനറൽ സെക്രട്ടറി രൺദീപ് സുർജേവാലയുമായി കൂടിക്കാഴ്ച നടത്തി. അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, ഇത്തരത്തിൽ കർണാടകയിൽ നേതൃമാറ്റത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സിദ്ധരാമയ്യയ്ക്ക് അനുമതി ലഭിച്ചില്ല എന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിദ്ധരാമയ്യ. ആര്യ, തീർച്ചയായും കർണാടകയിലെ കോൺഗ്രസിൽ നേരത്തെ തന്നെ ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട വലിയ ഭിന്നിപ്പുണ്ടായപ്പോഴും എഐസിസി ഒരു നിലപാട് സ്വീകരിച്ചിരുന്നത് ഇത്തരത്തിൽ നേതൃമാറ്റം ചർച്ചയിലില്ല എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആവശ്യവുമായി 100ഓളം MLA-മാർ രംഗത്തെത്തുകയും പിന്നീട് വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അതോടൊപ്പം DK ശിവകുമാറും ദില്ലിയിലെത്തുകയും ഹൈക്കമാൻഡുമായി യോഗത്തിന് ഉള്ള അവസരം തേടുകയും ചെയ്തത്. എന്തായാലും മല്ലികാർജുൻ ഖാർഗെയുമായി കഴിഞ്ഞ ദിവസം സിദ്ധരാമയ്യ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സിദ്ധരാമയ്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി അറിയിച്ചത്. എന്നാൽ ഇത്തരത്തിൽ നേതൃത്വ മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് കോൺഗ്രസ് നേതൃത്വം അതോടൊപ്പം ഹൈക്കമാൻഡും തയ്യാറാകുന്നില്ല എന്നുള്ള ആരോപണം ശക്തമാവുകയുമാണ്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല, ഒഴിയില്ല എന്നുള്ള നിലപാടിൽ കടുത്തു തന്നെയാണ് സിദ്ധരാമയ്യ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തു. പ്രധാനമായും 5 വർഷം താൻ തന്നെ കർണാടകയിൽ മുഖ്യമന്ത്രിയാകും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സിദ്ധരാമയ്യ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും DK ശിവകുമാറും അതേ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിരവധിയായിട്ടുള്ള MLA-മാർ, അതായത് 100ഓളം വരുന്ന MLA-മാർ ഇപ്പോഴും DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾക്ക് വേണ്ടിയാണ് ദില്ലിയിലേക്ക് സിദ്ധരാമയ്യയും അതോടൊപ്പം DK ശിവകുമാർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം മുഖ്യമന്ത്രി ആയകെ പോലും രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകാത്തതിൽ ഒരു വിമർശനം കൂടി ഉയർന്ന സാഹചര്യം കൂടി. എന്തായാലും നിലവിൽ ഇന്ന് ഇരുവരും കർണാടകയിലേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയിൽ നേതൃമാറ്റത്തിൽ നിന്നും വിട്ടുനിന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചില്ല. ദില്ലിയിലെത്തിയ സിദ്ധരാമയ്യ എഐസിസി ജനറൽ സെക്രട്ടറി രൺദീപ് സുർജേവാലയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിദ്ധരാമയ്യ. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.